മമ്മു കാരണം MRC ടീം വീണ്ടും എയർ പിടിക്കുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തൊപ്പിയും MRC ടീമും കൂടിയും അവർ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോയ സമയത്ത് എടുത്ത വ്ളോഗിനകത്ത് മമ്മു ഫ്ലൈറ്റിനകത്ത് വെച്ച് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എയറിൽ പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി ക്യാബിൻ ക്രൂ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ക്യാബിൻ ക്രൂ എന്താണ്, അവരെന്തൊക്കെ എഫേർട്സാണ് എടുക്കുന്നത്, ഒരു ഫ്ലൈറ്റ് ടൈമിൽ ക്യാബിൻ ക്രൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം ഇപ്പോൾ പാസഞ്ചേഴ്സിന് അറിയുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളൊരു 5 കൊല്ലം അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂവിനോട് ഒട്ടും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഭയങ്കര എന്താ പറയുക, വേറെ രീതിയിൽ ഇപ്പോൾ ബാഗേജ് കൊടുന്നാലടക്കം അത് എടുത്ത് മുകളിൽ വെക്കേണ്ട ഉത്തരവാദിത്വം ക്യാബിൻ ക്രൂവിൻ്റെതാണ് എന്ന് വിചാരിച്ച് അതിന് പോലും ആർഗ്യൂ ചെയ്യുന്ന ആളുകളുള്ള ഒരു ടൈമിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഒരു ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള ആളിനടക്കം ദൂരയാത്രകൾക്ക് ഫ്ലൈറ്റ്സിൽ അവർക്ക് പോകാൻ പറ്റുന്നുള്ളൊരു കപ്പാസിറ്റിയിൽ ആളുകളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് വന്നതോട് കൂടിയിട്ട് ക്യാബിൻ ക്രൂവിന് ഇപ്പോൾ അവർക്ക് എന്താണോ പ്രീവിയസ്ലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു അവരുടെ ജോബ് ടുവേർഡ്സ് എ ജോബ് ആളുകളുടെ റെസ്പെക്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടി. ഓക്കെ, ഇത് ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ്. ബിക്കോസ് ഞാൻ 2-3 കാര്യങ്ങൾ ഇതിലേക്ക് എടുത്തു വെക്കാനുള്ളത്. ഒന്ന്, ഓക്കെ, മമ്മു അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ലെങ്കിൽ കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കാം. ഓക്കെ, അതിന് പകരം അവിടെ കയറി ചെന്ന് ഒരു ജോലി എടുക്കുന്ന ഒരാളെ മിമിക് ചെയ്യുക, അവരെ മോക്ക് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ അവർ ജോബിനോടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റ് എന്നുള്ള രീതിക്ക് ഈ സംഗതി കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോസ് അയച്ചു തന്നു. ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് അടക്കമുള്ളവർ, സായി നീ തൊപ്പിയുടെ കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരാളാണ്, നീ വിമർശിക്കാറുമുണ്ട്, നല്ലത് കണ്ടാൽ നല്ലതും പറയാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് അയച്ചു തരുന്നത്. പ്ലീസ് ഇങ്ങനത്തെ, കാരണം ഇവരുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നതാണ്, കുട്ടികളടക്കം ഒരുപാട് പേര് കാണുന്നതാണ്. കാണുന്ന ആളുകളിൽ ആരെങ്കിലും നാളെ ഇതൊരു തമാശ സർക്കാസ് എന്നുള്ള രീതിയിലെടുത്ത് നാളെ അവർ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് റീലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങളെ ജോബിന് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പാസഞ്ചേഴ്സിനെയും ഓരോ ഫ്ലൈങ്ങിലും ഹാൻഡിൽ ചെയ്യുന്നത്. സോ പ്ലീസ് ഇതൊരു അവയർനെസ് പോലെ ഇടുമെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ക്യാബിൻ ക്രൂ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ക്യാബിൻ ക്രൂ ലൈഫിനെ കുറിച്ച് വീഡിയോസ് ഇടുന്ന ആളുകൾ ഇതിന് റിയാക്ട് ചെയ്തതിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ വെക്കാം. ചായയുണ്ട് ഇഡ്ഡലിവട ചട്നി പരിപ്പ് വട. ഹായ് ഗൈസ്, എൻ്റെ പേര് ഫ്രെഡി, ഞാൻ കാനഡയിൽ ക്യാപിറ്റലാണ്. നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടവരുണ്ടാവും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രൂവിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത്. ഒരു 6 വീക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്, അസസ്മെന്റ്സ്, എക്സാംസ്, ഡ്രിൽസ്, ഗ്രൂപ്പ് ഡ്രിൽസ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് കേട്ടോ ഈ യൂണിഫോം. എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇറ്റ് ഈസ് ഹാർഡ് ഗൈസ്, ഇറ്റ്സ് ഇൻറ്റൻസ്. എല്ലാ ജോബിനും ഡിഗ്നിറ്റി ഉണ്ട് ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കളിയാക്കാതിരിക്കുക, അവരെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കോമൺ സെൻസോടുകൂടിയും കുറച്ചൊരു മാനേഴ്സോടും കൂടിയും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും, അതിപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, നമുക്കൊന്ന് ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ഇത്രയും എൻകറേജിങ് ആയിട്ടുള്ള കമൻറ്റ് സെക്ഷൻ, ഒരു ഫീമെയിൽ ക്രൂവിൻ്റെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക, അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യുക. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് സോ ഫണി ഇൻ ദിസ് വീഡിയോ. ചായ ഉണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റല്ല. അതിപ്പോൾ നമ്മുടെ മലയാള ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മര്യാദയുണ്ട്, അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതി കടന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അതവിടെ കളിയാക്കലുകളായി മാറുന്നത്. We deserve privacy too. Not every moment is content. ഞാൻ ഇന്ന് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഫസ്റ്റ് കണ്ടത് ഒരു ക്രൂ അതിനെ റിയാക്ട് ചെയ്ത വീഡിയോ ആയിട്ടാണ് കണ്ടത്. അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ വീഡിയോ കണ്ടു, അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു, ആൻഡ് ഈ റിയാക്ട് ചെയ്ത ക്രൂവിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു. ലൈക്ക് വീഡിയോ ഈസ് മോക്കിംഗ് ക്രൂ. ഈവൻ
That's very disturbing. And after that, like the people who commenting on that was honestly very, very disturbing. People are commenting and people are talking about the cabin crew job and all those things. People who don't know what exactly the job is. Chumma vandu they just laughing and just asking them to take, like when someone is reacting to that, asking them to take it as an easy joke. So let me make it clear. ഇത് ജോക്കായിട്ട് എടുക്കാൻ പറയുന്നവരടുത്താണ്. There is huge difference between joking between your friends in a private circle and public mocking entire professional crew. You want to make a silly jokes with the people that you know personally, that's fine, because it's your boundary and your friend circle. Dragging an entire profession into it and treating like as entertainment, that's not humor. That's called disrespect. We cabin crews are trained professionals. We study, we certify, we take the responsibility for people's life. So nobody have any right to publicly degrade us, then hide behind it's just a joke. If you think it's funny to mock the people who take the responsibility for your safety, that's not joke. That's a lack of public decency. And those who cheering it on, അല്ലെങ്കിൽ supporting disrespect, doesn't make it cool. Just shows that your common sense is missing. ആർക്കും there should be minimum respect to everyone, every human being. അത് പ്രത്യേകിച്ച് mocking the people who just take caring of your safety, it's not at all entertainment. നമ്മൾ ഈ പഠിച്ച് നമ്മൾ സർട്ടിഫൈഡ് ആയി നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റിക്ക് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ഈ ആൾക്കാരെയും ബോധവൽക്കരിക്കണം എന്നുള്ളത് പറയുന്നത് ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ്. പൊതുവെ വീഡിയോസിനൊന്നും റിയാക്ട് ചെയ്യലില്ല, ബട്ട് ദിസ് വൺ ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു റിയാക്ട്. ഇപ്പം ഈ പറഞ്ഞതും മനസ്സിലാവാണ്ട് കുറേ അന്തംകമ്മികൾ വന്നിട്ട് ചിലപ്പോൾ കമൻറ്റ് ചെയ്യായിരിക്കും, ബട്ട് ഐ ഹാവ് ടു സേ മൈ തിങ് ആൻഡ് ഐ ഹാവ് ടു സ്റ്റാൻഡ് ഫോർ മൈ ജോബ് ആൻഡ് മൈ പ്രൊഫഷൻ. നമ്മുടെ പ്രൊഫഷൻ, ഓക്കെ, നമ്മൾ അരി വാങ്ങാൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന നമ്മളുടെ ജോബ്, അതിന് ആരെങ്കിലും കളിയാക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ആ പണി ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ ഭയങ്കരമായി പരിഹസിച്ചാൽ, പണിയാക്കിയാൽ, മോക്ക് ചെയ്താൽ നമുക്ക് പൊള്ളും. അതുതന്നെയാണ് ഇവർക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ ഹൂവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇപ്പോൾ അവരെ കളിയാക്കിയും കൊണ്ട് അവരുടെ നേരെ ക്യാമറ തിരിച്ചൊരു കണ്ടൻറ് എടുക്കുന്നതും, കാഷ്വലി നമ്മളിങ്ങനെ ഒരു സ്വൈപ്പിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നു, നമ്മൾ ചിലപ്പോൾ സ്നാപ്പ് അടിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടുന്നു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ്, ഓൾ ടുഗദർ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ നേരെ അവരുടെ മുന്നേ ക്യാമറ തിരിച്ച് ചായ കാപ്പി എന്നൊക്കെ പറയുക, ഇത് കൊടുത്താൽ കട്ടൻ ചായ കിട്ടുമെന്ന് ചോദിക്കുക. അത് വിവരമില്ലായ്മ ഒരു തെറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ ജനറേഷനിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലൈവ് സ്ട്രീമിംഗ് അടക്കം ചെയ്ത് സോഷ്യൽ മീഡിയയിലടക്കം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഒച്ചയും വിളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ അത് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പറയാം എന്ത്, മമ്മൂനോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഒപ്പം ബാക്കിയുള്ളവർക്കോ പറയാം ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല. ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക വേണ്ടത്. അത് എൻജോയ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മറ്റേ ബസ് കയറി DJ ലൈറ്റ് ഇട്ട് ചാടി കളിച്ച് കുത്തി പറഞ്ഞ് കളിക്കണ പോലെ അല്ല. ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടണം, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കണം, നിങ്ങളുടെ ട്രേസ് അടച്ചു വെക്കണം, നിങ്ങളുടെ വിൻഡോ ഷീൽഡ്സ് നിങ്ങൾ പൊക്കി വെക്കണം. അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തന്ന് എല്ലാവരും അച്ചടക്കത്തോടു കൂടി ഒരു സ്ഥലത്ത് ഇരുത്തി എല്ലാവരും ഇരുന്ന് അതിനൊരു ബേസിക് സാധനമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു സംഗതി ഫോളോ ചെയ്യുക എന്നുള്ളതൊരു ബേസിക് സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അവിടെ അവിടെ ജോലിയല്ലേ ചെയ്യുന്നത്. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചായ കൊടുക്കുന്നോ കാപ്പി കൊടുക്കുന്ന ജോലി മാത്രമാണോ ക്യാബിൻ ക്രൂ ചെയ്യുന്നത്? അല്ല, അവർ നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ തരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ സേഫറായിട്ട് നമുക്കൊരു സേഫർ ഫ്ലൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് ഈ പോകുന്ന ഫ്ലൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചാലാണ് ഇവരുടെ എക്സാക്റ്റ് ഇവരെന്താണ് ഇവരുടെ കപ്പാസിറ്റി, ഇവരെന്തിനൊക്കെ കേപ്പബിളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ ലൈഫ് കളഞ്ഞാൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് വിൽ ബി ദ പാസഞ്ചർ. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ജോലി സമയത്ത് പോയിട്ട്, ഇപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കയറിയിട്ട് മമ്മൂനെയോ തൊപ്പീനെയോ കയറിയിട്ട് സ്ട്രീമേഴ്സിനെ കുറിച്ചും സ്ട്രീം ചെയ്യുന്നവരെ കുറിച്ചും ഗെയിമേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന പ്രവൃത്തി ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറിയിട്ട് അങ്ങോട്ട് കളിയാക്കി മിമിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്കും പൊള്ളില്ലേ? അതേ പൊള്ളൽ തന്നെയാണ് ഇത്. കമൻറ്റ് ബോക്സിൽ എനിക്കറിയാം, എൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാർ ഇത് സർക്കാസമാക്കി എടുത്തൂടെ, തമാശയാക്കി എടുത്തൂടെ. അങ്ങനെ പറയുന്നവരോടാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരുത്തം വന്നിട്ട് കളിയാക്കി പോയാലുണ്ടാവും, നിങ്ങൾക്കും പറ്റില്ല. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഒരു ബിൽഡപ്പും സംഗതിയും ഞാൻ കാണിച്ചു തരാം. എല്ലാവരും റീൽസൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് ക്യാബിൻ ക്രൂ റിയാക്ട് ചെയ്തപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോർഷനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബിൽഡപ്പിലേക്ക് നമുക്ക് പോവാം. ഇവർ
ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്നുള്ള കോൺവെർസേഷൻ. ചെക്കിന്നിന് വന്നിട്ടാണുള്ളത്. കുര്യാക്കോസ് ഒന്നും തിരിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഷമീർ സംഭവം എല്ലാം അറിയുന്ന ആളെ പോലെ നിൽക്കുന്നുണ്ട്. കാരണം ഇവൻ അത് ആകെ ഫ്ലൈറ്റ് കയറി പോയത് ഒന്നിച്ച ആളുള്ള, അപ്പോൾ ഒറ്റയ്ക്ക് ഇതുവരെ ഇപ്പം പോയിട്ടില്ല. കാര്യങ്ങളെല്ലാം അറിയാം. എന്താ കാര്യങ്ങളറിയാം? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ആദ്യം എയർപോർട്ടിൽ വന്ന് ഇപ്പോൾ നമ്മൾ ID കാണിച്ച് ഉള്ളിൽ കയറി അടുത്ത എന്താണ് സ്റ്റെപ്പ് പറ? ഇതെടുക്കണം. അതിനെ ചെക്കിൻ കഴിഞ്ഞിട്ട് എന്താണ്? ബോർഡിംഗ് പാസ് ആദ്യം. ബോർഡിംഗ് ഓക്കെ, ബോർഡിംഗ് പാസ് ആദ്യം നമ്മൾ എടുത്ത് വെച്ചു. ആദ്യം ബോർഡിംഗ് പാസ്, ഫ്ലൈറ്റിൽ കയറുക. പിന്നെ അതിൻ്റെ ഇടക്കൊന്നുമില്ല, അതിന്റെ ഇടക്കൊന്നുമില്ല, ഫ്ലൈറ്റിൽ കയറലാന്ന്. പിന്നെ ബോർഡിംഗ് പാസ് ഇപ്പൊ മനസ്സിലായാലും ഇവൻ ബാക്കി എല്ലാ മണ്ണങ്ങളെയും പോലെ ഇവനും മണ്ണയാണ്. മമ്മു നീ തമ്മിൽ ഒരു വ്യത്യാസമില്ല. നീ ആരോ നിന്നെ ഫ്ലൈറ്റിൽ കയറ്റിക്കൊണ്ട് നീ കയറിയതാണ്, അല്ലാണ്ട് നിനക്ക് ഇവരെക്കാളും മുകളിലല്ല. വേറെ ഒന്നുമില്ല ശരിക്ക്. നീ കയറിയില്ല. അപ്പൊ എനക്കറിയാം. ഇത് കഴിഞ്ഞിട്ട് എന്താ? ഇത് കഴിഞ്ഞിട്ട് ബാഗേജ് ബാഗ് ഉള്ളാക്കാം. നമുക്ക് ബാഗ് ഇല്ലല്ലോ. ബാഗ് ഉണ്ടല്ലോ. ബാഗ് ഉണ്ട്. പക്ഷേ ബാഗേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പിന്നെ ഇതിലേക്ക് പോക്കാം. മറ്റേ സംഭവം മറ്റേ എന്തായാലും പറയും, ഞാൻ മറന്നു. ഇത് ടെർമിനൽ, ഇത് ഇൻവോയ്സ് അതിലൂടെ നമ്മൾ പോകേണ്ടത്. എന്താടാ ഇവൻ പറയുന്നത്? ഫ്ലൈറ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ പേടിയൊന്നും വരില്ല. പക്ഷെ നല്ല ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, നല്ലൊരു സന്തോഷമായിരിക്കും, എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്തോ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ഫീൽ വരും. എന്തോ ഫുൾഫിൽ ചെയ്തു. നിർത്തി ചായലും കൂടി ഓരോരോ സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാവില്ലേ? കോമഡി ആക്കാൻ വേണ്ടി എന്തെല്ലാം പറയുന്നല്ലേ. ഫ്ലൈറ്റ് എന്താ KSRTC എല്ലാം അറിയാം. ഫ്ലൈറ്റ് നിർത്തൂല എനിക്കറിയാം. അത് നീ കോമഡിക്ക് കൊണ്ട് പറഞ്ഞതാണ്. അത് നീ കോമഡിക്ക് കൊണ്ട് പറഞ്ഞ. പക്ഷെ മാളിപ്പോയി. എല്ലാ നാട്ടിലും എയർപോർട്ട് ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും നിർത്തൂലേ? ഇത് കണ്ണൂരിൽ നിർത്തൂലേ? ആ വഴി കണ്ണൂർ എന്താ നിനക്ക് നിർത്തിയിട്ട്? കണ്ണൂർ ആ മൈസൂർ ഉൻസൂർ പാട്ട വഴിയാണ് പോകുന്നത്. കണ്ണൂർ പറയുന്നത് കണ്ണൂർ നിർത്തും. ഞാൻ പറഞ്ഞത് കണ്ണൂർ നിർത്തിയാലും കണ്ണൂർ കോഴിക്കോട് നിർത്തും. ശരിക്കും കണ്ണൂർ നിർത്തിയാലും നമുക്കൊരു ചായ കുടിക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ആരെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോയി തരാൻ പറയാം. ബാഗ് ഉന്തി വിട്ടാൽ ബാംഗ്ലൂരാ പോകുന്നത്. അച്ചാറൊന്നും ഉണ്ടാവില്ല. അച്ചാർ വേണമെങ്കിൽ പറഞ്ഞു. ഇതിൽ വെരി ക്ലിയർ ആണ്. ഇവരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ബേസിക്കലി ഫ്ലൈറ്റിൽ കയറാനും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഫ്ലൈറ്റും എയർപോർട്ടും ആക്സസ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളത്. കോണ്ടന്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് തൊപ്പിക്ക് തന്നെ ഒരു ബോർഡർ ലൈൻ മമ്മു ക്രോസ് ചെയ്തപ്പോൾ മനസ്സിലായി. തൊപ്പിന്നെ പറയുന്നുണ്ട് തീരെ പൊട്ടനായിട്ട് അഭിനയിക്കില്ല കോണ്ടന്റിന് വേണ്ടിയിട്ട്. മമ്മു വാസ് പ്രിപ്പയർഡ്. ഏത് ഫ്ലൈറ്റിൽ കയറണം, ഈ ബസ് നിർത്തണം, അതിന് നിർത്തി പോവോ, ഭക്ഷണം എപ്പോഴാണ് കിട്ടുക, ചായ കുടിക്കാൻ പറ്റുമോ, ആ ബേസിക് സാധനം പിടിച്ചു മമ്മു ആദ്യം തന്നെ. വ്ളോഗിൻ്റെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ചായ കാപ്പി എന്ന് പറഞ്ഞാൽ ഒച്ചയും ഉണ്ടാക്കണം എന്നുള്ള സംഗതി. എടീ കണ്ടന്റ് അയക്കോ, കണ്ടന്റിന് വേണ്ടി ഒരു സെൽഫായിട്ടൊരു സ്ക്രിപ്റ്റ് കിട്ടോ. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാവേണ്ട രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ സംഗതി കണ്ടാൽ അവർ പറയും. ഇതെന്താ പറയുക, ഈ മമ്മൂൻ്റെ ചില സീനുകൾ ഇങ്ങനെയാണ്. പൊട്ടനാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ 10 ആളെ മുന്നിൽ പൊട്ടനാവട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. എജ്ജാതി വേടല്ല. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം, ഇവൻ്റെ ചില സമയത്ത് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. തൊപ്പിക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. കാരണം എന്താ പറയുക, ഇത് എൻഡ് ഓഫ് ദ ഡേ വന്നിരിക്കുക തൊപ്പീൻ്റെ തലയില്ല. മനസ്സിലായോ? ഇവർ ഇനിയും ഭാവിയിൽ ഒരുപാട് ഫ്ലൈ ചെയ്യാനുള്ളതാണ്, ഒരുപാട് ഇനിയും പുറത്തു പോകാനുള്ളതാണ്. ഒരു പ്രൊഫഷണലുള്ള ആൾക്കാരെ എൻറ്റയർ ആൾക്കാരെ അങ്ങോട്ട് മോക്ക് ചെയ്ത് മിമിക് ചെയ്ത് അവരെ പറ്റങ്ങോട്ട് താറടിച്ച് കഴിഞ്ഞാൽ അവർ ഇവരെ കാണുമ്പോൾ തന്നെ ഇനി ഇങ്ങനെ അവർ പ്രൊഫഷണൽ അവരൊരിക്കലും അത് ചെയ്യില്ല ക്യാബിൻ ക്രൂ. ബിക്കോസ് അവർക്ക് ആര് വന്നാലും അവരോട് ഇനി അവർ എങ്ങനെ പാസഞ്ചേഴ്സ് ബിഹേവ് ചെയ്താലും അവർ ചിരിച്ച് നിൽക്കണം എന്നുള്ളൊരു സംഗതിയൊക്കെ പഠിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഇത്രയും മണിക്കൂറുകൾ ഫ്ലൈ ചെയ്ത് നമ്മളെ സെർവ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അതിന് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക കണ്ടന്റിന് വേണ്ടിയിട്ടെന്നുള്ളതൊരു ബേസിക് മര്യാദയാണ്. ഇത് കാര്യം പറയാനാമത്തെ ഇത് ശരിക്കും ബാംബു ബോയ്സിനെ ഫ്ലൈറ്റ് കയറ്റിയ പോലെ ആയി. എന്തെല്ലോ സീറ്റ് നമ്പറൊന്നും നോക്കാണ്ട് എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുത്തിന് തിന്നാൻ വേണം പോലും. എന്താണിത്? എടാ ബാഗ് അവിടെ വെക്കാം, അതിൻ്റെ ഉള്ളിൽ വെക്കാം. എക്സ്ക്യൂസ് മീ, can you open it? ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വേട്ടെ ഈ ഫ്ലൈറ്റിൻ്റെ, അതായത് ട്രാവലറിൽ കയറൂലേ, ട്രാവലറിൽ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിൽ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നീ എന്നെ നോക്ക്, നീ ആദ്യമായിട്ടില്ല കയറുന്നത് ജാസി. നമ്മൾ ബസ്സിൽ നിന്നെല്ലാം ഇവിടെ ഇപ്പോൾ DJ ലൈറ്റിലുണ്ടാവും മോനെ.
ചായ കട്ടൻ ചായ പോലും കിട്ടൂലേ? ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്താ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് സാൻഡ്വിച്ച് ഒരു സാധനം. അത് ഫ്രീയാ, സൗജന്യ? നീയാതെ ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലും. മധുരമുള്ളതാ? മധുരം തേങ്ങാപ്പുണ്ടോ? മറ്റേ സാധനം ബ്രെഡിൽ വെക്കുന്നേ. ബ്രെഡിന്റെ അത് തേങ്ങ വെച്ചിട്ടില്ലേ, അതിനെ ഫ്ലൈറ്റിൽ പറയുന്നത് ടേക്ക് ഓഫ് എന്നാണ്. അതിന്റെ പേര് കട്ടൻ ചായയും കൂടി കിട്ടി അടിപൊളി. ഫുഡ് വരുന്നുണ്ട്, ഇത് കാണിച്ചു കൊടുക്കണം. ബോർഡിംഗ് പാസ് വെച്ച് ഫുഡ് കിട്ടുമോ ചോദിച്ചോക്കാം. ചേച്ചി കട്ടൻ ചായ ഇല്ല? കട്ടൻ ചായ ആ ഇത് വേണേ മേടിച്ചോ. ചൂടുള്ളതുണ്ട്, ചൂടില്ലാത്തതുണ്ട്, ചായയുണ്ട്. ഇഡ്ഡലി വട, ചട്നി, പരിപ്പ് വട. കണ്ടോ, ഇതാണ് അതിനൊരു എൻറ്റയർ പാച്ച്. എന്താണ് ആ ഫ്ലൈറ്റിനകത്ത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂ ഇത്രത്തോളം ബാക്കിയുള്ളവർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നത് എന്നുള്ളത്. സോ ഇതിനകത്ത് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് അറിയില്ല എന്നൊക്കെ മമ്മൂന് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ നിനക്കൊരു ഓസ്കാർ അവാർഡ് ഏതെങ്കിലും സിനിമയിൽ നീ അഭിനയിച്ചാൽ എനിക്ക് കിട്ടും. അച്ഛാതി അഭിനയമാണ് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി മാൻ, എമ്മാതിരി വെഡല അഭിനയം. ടേക്ക് ഓഫ് മധുരമുള്ളതാ, അതിൻ്റെ ഒപ്പം ചായൻ്റെ ഒപ്പം മുക്കി തിന്നാൻ പറ്റുമോ? എന്താണോ അത്? ഒരു സാധനം വേണ്ടേ? ഒരു കുറച്ചെങ്കിലും അതില്ല. ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റിന് വേണ്ടി അങ്ങോട്ട് അടിക്കുക തന്നെ. നമ്മളൊക്കെ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും കണ്ടൻറ്റാണ്. കണ്ടൻറ്റ് പിടിക്കണം അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇടണം, അതൊക്കെ എല്ലാവർക്കും ഉള്ള ബേസിക് കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നീ നിൻ്റെ ഈ ടേക്ക് ഓഫ് സാധനം അങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞോ, വിഷയമല്ല. പക്ഷെ അവരൊരു ജോലി എടുക്കുമ്പോൾ ആ ജോലിയെ ഒരുമാതിരി നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒപ്പമുള്ളവർക്ക് അറിയാമല്ലോ, ഒപ്പമുള്ളവരോട് ചോദിച്ചുകൂടെ? മനസ്സിലായില്ലേ? അത് ചോദിക്കണമില്ല. തൊപ്പി അത്യാവശ്യം ഇന്നിപ്പോൾ ഈ കൂട്ടത്തിൽ തൊപ്പിയാണെങ്കിലും ശരത്താണെങ്കിലും മുനവറാണെങ്കിലും എല്ലാവരും അത്യാവശ്യം കയറി പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മൾ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ചോദിക്കുക, അല്ലടാ ഈ അങ്ങനല്ലേ ചെയ്യുക? ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ വരുമ്പോൾ എല്ലാവരും, ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാർ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് നമ്മളൊപ്പമായിരുന്നു. അവർ നമ്മളോട് ചോദിക്കും, അവർ നെർവസ് ആയിരിക്കും. അവർ നമ്മളോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ 10 വട്ടം ഒരു എയർപോർട്ടിൽ പോയാൽ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും മിസ് ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഉള്ള പോലെ ആയിരിക്കില്ല ഇപ്രാവശ്യം പോകുമ്പോൾ. ഓക്കെ, അതൊക്കെ പിന്നെ വേറെ സംഗതിയാണെന്ന് വിചാരിക്കാം. ഇവൻ്റെ ഈ ഒരു എന്താ പറയുക, ഓവർ ആക്ടിങ്, ഓവർ സ്ക്രിപ്റ്റ് പരിപാടിയും കാരണം ഒരു പ്രൊഫഷണലി ഇരിക്കുന്ന ആളുകൾക്ക് മൊത്തം അവരെ കളിയാക്കിയ ആ ഒരു ഹിറ്റ് കിട്ടിയതുണ്ടല്ലോ, അതൊക്കെ വളരെ മോശം പണിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നാളുകളിൽ ആരെങ്കിലും ഇപ്പം മമ്മു ചെയ്തു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് കോപ്പി അടിച്ചിട്ട് ഇനി വന്നവനും പോയവനൊക്കെ ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ റീലൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവരാ പ്രൊഫഷൻ എന്ന് പറഞ്ഞ സാധനത്തിനോട് പിന്നെ ഒരു വിലയില്ലാത്ത രീതിയിൽ കുറേ പരിപാടികൾ നടക്കും. എവ്രി പ്രൊഫഷൻ അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു എന്തുണ്ട്, ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ബേസിക് റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്കുക. പിന്നെ ഇതേപോലെ അന്ന് നിതീഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, പാട്ട് പാടിയ സമയത്ത്. ഓക്കെ, അത് പാട്ടാണെന്നെങ്കിലും വിചാരിക്കാം. ബാക്കിയുള്ളവർ കേൾക്കുന്നവർ കേൾക്കുക, കേൾക്കാത്തവർ കേൾക്കാതിരിക്കുക, അങ്ങനെ ഇത് ആ രീതി. എന്നിട്ടൊക്കെ അപ്പോളജൈസ് ചെയ്തു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ അവരെ അങ്ങനെയായിട്ട് കളിയാക്കി വിടുന്നൊരു സാധനമാണ്. മനസ്സിലായില്ലേ? ഇപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കാം കുറേ ആളുകൾ ഇനി വരും ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കേണ്ടത്. നാളെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ജോലിയിലിരിക്കുമ്പോൾ ആ ജോലിയെയും നിങ്ങൾ ജോലി ചെയ്യുന്ന രീതിയെയും കളിയാക്കുമ്പോൾ ഇതേ കമൻറ്റ് നിങ്ങൾ ഇടണം. അത്രേ പറയാനുള്ളൂ.